ഹലോ കൂട്ടുകാരെ, ഇന്ന് ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. ചൂര മീനാണ് കിട്ടിയത്. കടയിൽ നിന്ന് തന്നെ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയാണ് കൊണ്ടുവന്നത്. നമുക്ക് പിന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മാത്രം മതിയായിരുന്നു. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ആദ്യമേ തന്നെ മൺചട്ടിയിലാണ് നമ്മൾ മീൻ കറി വയ്ക്കുന്നത്. കുടംപുളിയൊക്കെ ഇട്ടാണ് നമ്മൾ മീൻ കറി വയ്ക്കുന്നത്. അത് നമ്മൾ സ്ഥിരമായിട്ടും കുടംപുളിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അരിഞ്ഞതിട്ട് മൂപ്പിക്കുന്നുണ്ട്. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ആവശ്യത്തിന് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. കറിക്ക് ഇത്തിരി കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ആദ്യമേ തന്നെ തക്കാളി ഇട്ട് കൊടുത്തത്, ഗ്രേവിക്ക് ഇത്തിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടി. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ കുതിർത്ത് വെച്ചതാണ്. അപ്പം നമ്മുടെ കറിക്ക് നന്നായിട്ട് കൊഴുപ്പുണ്ടാകും, വെള്ളം പോലെ കിടക്കില്ല. അതുകൊണ്ടാണ് നമ്മളിത്, അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി കുതിർത്ത് മിക്സിയിൽ അരച്ചെടുത്താലും മതി, കറിക്ക് കൊഴുപ്പ് കിട്ടും. ഒരു തക്കാളിയോ ഒക്കെ ചേർത്ത് അരച്ചെടുത്താലും നല്ല കൊഴുപ്പ് കിട്ടും. ഞാൻ അങ്ങനെ അരയ്ക്കുന്നില്ല, ഞാൻ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചതാണ്. അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുടംപുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കഴുകി വൃത്തിയാക്കി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഇനി കറി ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി തിളച്ചതിന് ശേഷം നമുക്ക് മീൻകനികൾ ഇട്ട് കൊടുക്കാം. ചൂരയായതുകൊണ്ട് ഇത്തിരി വേവുള്ള മീനാണ്, അതുകൊണ്ട് ഇത്തിരി കൂടുതൽ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ചെറുതീയിൽ നന്നായി വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ചെറുതീയിലേക്ക് മാറ്റി നമുക്ക് വേവിച്ചെടുക്കാം. മീനിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. നന്നായിട്ട് കുറുകി കിട്ടുന്ന കണക്കാണ് എടുക്കുന്നത് ഞാൻ. ഇന്ന് നമുക്ക് കപ്പയാണുള്ളത് മീനിൻ്റെ കൂടെ, അതുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് കുറുക്കി ഞാൻ എടുക്കുന്നില്ല. തലയൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. കറിയുടെയൊക്കെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്തിരി കറിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയായ ചൂര മീൻ കറി ഇവിടെ റെഡിയാണ്. നല്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. ചൂരയുടെ കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇത്തിരി വിനാഗിരിയും കൂടെ ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയിട്ട് അതിലേക്ക് മീനോട് ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. ചെറുതീയിൽ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. കഷ്ണമായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് മുരിഞ്ഞ് പുറം മാത്രം മുരിയത്തുള്ളൂ, അതുകൊണ്ട് ചെറുതീയിലിട്ട് വേണം വറുത്തെടുക്കാൻ. അപ്പം നമ്മുടെ മീനൊക്കെ ഇവിടെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻ ഫ്രൈയും റെഡിയാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, മീനുണ്ട്, കപ്പയാണ് മേടിച്ചത്, അതൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത്. വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ കപ്പ കുഴച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കപ്പ നന്നായിട്ട് വേവുന്ന കപ്പയായിരുന്നു. അപ്പം നമ്മുടെ മീൻകറിയുടെ കോമ്പിനേഷനായ കപ്പ വേവിച്ചതും ഇവിടെ റെഡിയാണ്. പിന്നെ നമ്മൾ ഇത്തിരി പാവയ്ക്ക മെഴുക്കുവരട്ടി വെക്കുന്നുണ്ട്. ഒരുപാട് പ്രാവശ്യം പാവയ്ക്ക മെഴുക്കുവരട്ടി കാണിച്ചതാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഞാനൊന്നും കാണിക്കുന്നില്ല. വെളിച്ചെണ്ണയിൽ തേങ്ങാക്കൊത്ത് മൂപ്പിച്ച് പിന്നെ സവാളയും പച്ചമുളകും ഇട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്കായും കൂടി ഇട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടിക്കകത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പീര ഞാൻ ഇടുന്നില്ല, തേങ്ങ കൊത്തിട്ടിട്ടുള്ളത് കൊണ്ട് തേങ്ങാപ്പീര ഞാൻ ഇടുന്നില്ല. ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചാൽ മാത്രം മതി. നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് മസാലകളൊന്നുമില്ല, ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ്. ചൂരമീൻ കറിയുണ്ട്, കപ്പ കുഴച്ചതുണ്ട്, പിന്നെ പാവയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്, ഫിഷ് ഫ്രൈയുമുണ്ട്. അപ്പം നമുക്ക് ഇത്രയൊക്കെ മതിയല്ലോ ഒരു ഉച്ചയൂണിന്, ധാരാളം. അപ്പം നമുക്ക് പാത്രത്തിലേക്ക് ചോറിട്ട് കൊടുത്താലോ? ആവശ്യത്തിനുള്ള ചോറ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ആവശ്യത്തിന് കപ്പ വെച്ച് കൊടുക്കുന്നുണ്ട്. കപ്പയും മീൻകറിയും അത് മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട ഭക്ഷണമാണല്ലോ. ആവശ്യത്തിന് മീൻകറിയും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മീൻ വറുത്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. പാവയ്ക്ക മെഴുക്കുവരട്ടി. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ്. എല്ലാവരും വന്നോളൂ, നമുക്ക് ഒന്നിച്ചിരുന്ന് ഉച്ചയൂണ് കഴിച്ചാലോ? അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ തീർച്ചയായും നമ്മളത് മാറ്റാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ടാറ്റ പറഞ്ഞാലോ? അപ്പോൾ ബായ്.